തന്റെ നിലപാട് എന്ന് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഇന്ന് നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ഞാൻ പ്രസ്താവന പറയാൻ കാരണം തന്നെ ഇപ്പോൾ ഇവിടെ വാദപ്രയോഗങ്ങൾ രാഷ്ട്രീയമായി നടക്കുന്നു. ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു രാഷ്ട്രീയ വ്യക്തിയെ സംബന്ധിച്ച് പേര് പറയേണ്ടതായ ആവശ്യമില്ല. അദ്ദേഹം കുറ്റക്കാരനായിരുന്നുവോ അല്ലയോ എന്നുള്ളതായ ചോദ്യം ഇപ്പോൾ ഗംഭീരമായ വാദപ്രതിവാദമായി നടക്കുകയാണ് പാർട്ടികളുടെ തമ്മിൽ. ഞാൻ അതിൽ ഇടപെടുന്നില്ല, അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഞാനൊരു ന്യായാധിപനായിരുന്നു. എത്രയോ വാശി പിടിച്ച രാഷ്ട്രീയം ഒപ്പിട്ടിട്ടുള്ളതായ കേസുകൾ കൂടി വിചാരണ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസുകാരും പലവിധത്തിലും അന്വേഷിച്ചത് എല്ലാം തന്നെയും ഞാൻ നിഷ്കർഷിച്ചിട്ടുള്ളതായ ഒരു സംഗതിയാണ്. അത് ഒരു തത്വമാണ്. ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്, ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെ ഇൻഡിപെൻഡൻസ്, ഈ സ്വാതന്ത്ര്യം നിലനിർത്തണം. കുറ്റക്കാരനാണെന്ന് കണ്ടുപിടിച്ചാൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി കോടതിയിൽ കേസ് കൊടുക്കുക തന്നെ വേണം. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രഗത്ഭരുടെ അല്ലെങ്കിൽ പ്രമുഖരുടെ വാദപ്രതിവാദങ്ങൾ കേട്ട് കാണുമല്ലോ. ഇനി നിങ്ങളുടെ പ്രതികരണമാണ്. നമസ്കാരം, കേരളം വിളിക്കാം. നമസ്കാരം. ആരാണ്? വക്കം ഷാജ. പറയൂ ശ്രീ വക്കം ഷാജ. ഇത് പിന്നെ പിണറായി വിജയൻ ഈ വേഷം എന്താണ് ഉപയോഗിച്ചത്?